അതിർത്തി വഴി നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തി 2 പാക് ഭീകരരെ വധിച്ച് സുരക്ഷാ സേന. ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശമായ ബന്ദിപ്പോര ജില്ലയിലാണ് സംഭവം നടന്നത്. അതിർത്തി വഴി ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടക്കവെയായിരുന്നു വെടിയുതിർത്തത്. നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ഏറ്റുമുട്ടൽ നടന്നത്. കുറച്ച് മാസങ്ങളായി തന്നെ അതിർത്തി പ്രദേശം ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഭീകരർ ഇന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമം നടത്തി വരികയാണ്. മാത്രമല്ല, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലും ആക്രമണം നടത്താനുള്ള ആസൂത്രണം നടത്തുന്നു എന്നതാണ്, അല്ലെങ്കിൽ അതിനായി പദ്ധതിയിടുന്നു എന്ന റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു. ജമ്മു കാശ്മീർ പോലീസ് നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ നടത്തിയത്. സൈന്യവും കാശ്മീർ പോലീസും സംയുക്തമായി ചേർന്നായിരുന്നു പരിശോധന നടത്തിയത്. അതിർത്തി പ്രദേശത്ത് സംശയാസ്പദമായ ആളുകളെ കണ്ടതോടുകൂടി തന്നെ തിരച്ചിൽ വ്യാപിപ്പിക്കുകയും ചെയ്തിരുന്നു. സ്ഥലത്ത് പരിശോധന പുരോഗമിച്ചു വരികയാണ്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യയിലെ മറ്റൊരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ടുകൊണ്ട് പാകിസ്ഥാൻ രംഗത്ത് വരുന്നത്. ഇതിൽ ഒരാൾ അറസ്റ്റിലായി. അതിവിദഗ്ധമായി പഞ്ചാബ് പോലീസാണ് ഇവരുടെ പദ്ധതികൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തതും. പാക് ചാര സംഘടനയുടെ പിന്തുണയോടെയുള്ള ഭീകരാക്രമണ പദ്ധതിയാണ് ആസൂത്രണം ചെയ്തതും. എന്നാൽ ഒടുവിൽ ഇത് പൊളിച്ചടുക്കി പഞ്ചാബ് പോലീസ് ഇതിൽ ഒരാളെ അറസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. ഇയാളുടെ പക്കൽ നിന്നും 4 ഗ്രനേഡുകളും മറ്റ് സ്ഫോടക വസ്തുക്കളും കണ്ടെടുത്തു. രവീന്ദർ പാൽ സിംഗ് എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. മറ്റൊരു പ്രതിക്കായി പോലീസ് തിരച്ചിൽ നടത്തി വരികയാണ്. UK ആസ്ഥാനമായ ഖലിസ്ഥാൻ ഭീകര സംഘടന ബാബർ ഖൽസ ഇന്റർനാഷണൽ ഭീകരൻ നിഷാൻ സിംഗ് ആണ് മുഖ്യ സൂത്രധാരനെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ പാക് ചാര സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത്. അമൃത്സർ ഹൈവേയിൽ റോഡ് അരികിലെ തന്നെ കുറ്റിക്കാട്ടിൽ ബാഗിൽ ഒളിപ്പിച്ച നിലയിലാണ് ചില സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തത്. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഏതെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ കാര്യങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാകുമെന്നതാണ് ഭാരതം മുൻകൂട്ടി കണ്ടുകൊണ്ട് പാകിസ്ഥാന് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇതിനെ മാനിക്കാതെ തന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ചാരസംഘടനകൾ പ്രവർത്തിക്കുന്നത് എന്നതാണ് വെളിവാകുന്നതും. പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ രാജ്യത്തേക്ക് കടക്കുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്നുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ബീഹാർ പോലീസ് ആസ്ഥാനം അത് ലക്ഷ്യമാക്കി സംസ്ഥാന വ്യാപകമായി തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ചെയ്തു. ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ 3 ഭീകരർ കഴിഞ്ഞ ദിവസം നേപ്പാൾ അതിർത്തി വഴി ബീഹാറിലേക്ക് കടക്കുന്നതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ബീഹാർ പോലീസ് പങ്കിട്ട വിവരമനുസരിച്ച് റാവൽപിണ്ടിയിൽ നിന്നുള്ള ഹസ്നൈൽ അലി, ഉമർകോട്ടിൽ നിന്നുള്ള ആദിൽ ഹുസൈൻ, ബഹൽപൂരിൽ നിന്നുള്ള മുഹമ്മദ് ഉസ്മാൻ എന്നിവരാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയിരിക്കുന്നത്. ഓഗസ്റ്റ് 2-ാം വാരത്തിൽ അവർ കാഠ്മണ്ഡുവിലെത്തി. അതുപോലെ തന്നെ കഴിഞ്ഞയാഴ്ച ബീഹാറിൽ പ്രവേശിച്ചതായും ഇന്റലിജൻസിന് റിപ്പോർട്ടുകൾ കിട്ടിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയതും. സുരക്ഷാ ഏജൻസികൾക്ക് നിരീക്ഷണം വർദ്ധിപ്പിക്കുവാനും രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുവാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംശയാസ്പദമായ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തിയാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ ഇന്റലിജൻസ് യൂണിറ്റുകളോട് ആവശ്യപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.